ഇപ്പം ഇതല്ലേ മുത്തുമണീസ് ട്രെൻഡ്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? മാങ്ങയുണ്ട്, പേരയ്ക്കയുണ്ട്, പൈനാപ്പിളും ഉണ്ടേ. അപ്പോൾ ഈ മാങ്ങയും പേരയ്ക്കയും കഴുകി മാറ്റി വെച്ചിട്ട് പൈനാപ്പിൾ എല്ലാം അങ്ങോട്ട് തൊലി കളഞ്ഞ് ചെത്തി ഇങ്ങ് എടുത്തേ. പിന്നെ പേരയ്ക്കയും കട്ട് ചെയ്തെടുത്തു. മാങ്ങയാണെങ്കിൽ ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര പുളിയും പിന്നെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് മാങ്ങയുടെ തൊലിയൊക്കെ ചീവി അങ്ങ് കളഞ്ഞു കേട്ടോ. പൈനാപ്പിളും മാങ്ങയും പേരയ്ക്കയും കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് മുളക് പൊടി, കുറച്ച് വറ്റൽമുളക് ചതച്ചത്, പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിങ്ങെടുത്തു. പിന്നെ എരി മാറാൻ വേണ്ടിയിട്ട് കുടിക്കാൻ നമ്മുടെ കൊച്ചു കൊച്ചു സെവനപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ എല്ലാം കൂടി വാരിപ്പറക്കി എല്ലാവരും കൂടി ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് അങ്ങ് പോയി കേട്ടോ. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പ്രത്യേക ഒരു വൈബാണ്. മോണ്ടനം കൊണ്ട് ഇവിടെ കയറത്തില്ല, എനിക്കങ്ങ് മേല് ധരിക്കും കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇതേ വാഴയിലിട്ട് കട്ട് ചെയ്ത സാധനങ്ങളെല്ലാം അങ്ങോട്ട് നിരത്തിയിട്ടിട്ട് മസാല അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു. പിന്നെ എല്ലാവരും വട്ടത്തിൽ ഈച്ച പൊതിക്കുന്ന പോലെ അങ്ങോട്ട് പൊതിഞ്ഞ് ഓരോന്നും അങ്ങനെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നേ, ഇതൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. പിന്നെ എരിയൊന്ന് മാറാൻ വേണ്ടി ആ സെവനപ്പൂടെ കുടിച്ചപ്പോൾ ആഹാ, സൂപ്പർ മുത്തുമണി, സൂപ്പർ.